ഹൈദരാബാദ് ജോസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു നല്ലൊരു സ്നാക്സ് റെസിപ്പി ഉണ്ടാക്കിയാലോ. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന കറുമുറയായിട്ടുള്ള ചിക്കൻ കൊണ്ടുള്ള നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. 4 മണിക്ക് കുട്ടികളൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ചിക്കൻ കൊണ്ടുള്ള ഈ സ്നാക്സ് റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് കുറച്ച് ചിക്കൻ ആവശ്യമുണ്ട്. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ബോൺലെസ് ആണ്. നമ്മൾ എല്ല് കളഞ്ഞുള്ള ചിക്കനാണ് നമുക്ക് ആവശ്യം. 1/2 കിലോ ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി ചെയ്യേണ്ടത്, ഈ ചിക്കൻ പീസുകളെല്ലാം നമുക്ക് വളരെ ചെറുതായിട്ട് മുറിച്ചെടുക്കണം. ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കണം. ഇത് ഉണ്ടാക്കുന്നതും മുറിക്കുന്നതും എല്ലാം അമ്മുവാണ്. ഇന്നത്തെ സ്നാക്സ് ഉണ്ടാക്കുന്നത് അമ്മുവാണ്. അപ്പോൾ ഇതെല്ലാം മുറിച്ചെടുത്തു. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലത്തെ ചെറിയ ചെറിയ പീസുകളൊക്കെയാണ് നമുക്ക് എടുക്കേണ്ടത്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് നല്ലതുപോലെ ചിക്കനിലേക്ക് തിരുമ്മി പിടിപ്പിക്കണം. ഇത് കൈകൊണ്ട് തന്നെ വേണം ചെയ്യാൻ, സ്പൂണ് കൊണ്ടൊന്നും ചെയ്യാൻ പാടില്ല. ഉപ്പ് പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയും വേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ചിക്കൻ മസാല 2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ചെയ്യേണ്ടത് 2 ടീസ്പൂൺ കോൺഫ്ലവർ കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യണം. ചിക്കൻ പീസിലേക്ക് നല്ലതുപോലെ ഈ പൊടികളെല്ലാം തേച്ച് പിടിപ്പിക്കണം. ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നു. ഇപ്പോൾ മസാലപ്പൊടികളെല്ലാം നമ്മൾ കൈകൊണ്ട് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചു. ഇനിയും ചെയ്യേണ്ടത്, ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇങ്ങനെ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ചെയ്യരുത്. തൈര് ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് മൈദ കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു 2 ടീസ്പൂണോളം മൈദ കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. മൈദയും ചേർത്ത് ഒന്നുകൂടൊന്ന് നല്ലതുപോലെ തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ നമ്മൾ മസാല പുരട്ടി കൊടുത്തു. ഇനി ഇത് 1 മണിക്കൂർ നേരം അങ്ങനെ ഇരിക്കട്ടെ. 1 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് എടുത്തു നോക്കാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിത് 1 സ്പൂണ് കൊണ്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനിയും ചെയ്യേണ്ടത്, വേറൊരു പാത്രത്തിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. മൈദ 1 ടേബിൾ സ്പൂൺ മൈദ കൂടെ ഇട്ട് കൊടുത്തു. ഉപ്പ് വളരെ കുറച്ച് മതി, ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. കുരുമുളക് പൊടി അത് 1/4 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു.
ഇനി ഇത് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് വെള്ളമാണ്. ഒരു ബൗളിൽ നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് വെക്കാം. ഇനിയും ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കൻ പീസുകൾ നമ്മൾ എടുത്തു വെച്ച ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നല്ലതുപോലെ പൊടി കോട്ടായി കഴിഞ്ഞ് നമുക്കിതെടുത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഒരു അരിപ്പയുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്ത് അധികമുള്ള പൊടി കളഞ്ഞതിന് ശേഷം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനിയും ചെയ്യേണ്ടത് ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് കോരിയെടുക്കാം. അധികമുള്ള വെള്ളം കളയണം. അങ്ങനെ വെള്ളം കളഞ്ഞ് എടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയാണ് നല്ലപോലെ ശ്രദ്ധിക്കേണ്ടത്, നല്ലതുപോലെ കൈകൊണ്ട് ഈ പൊടികൾ ഇതിലേക്ക് പുരട്ടി കൊടുക്കണം. നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നല്ലതുപോലെ കോട്ട് ചെയ്തെടുത്തു. ഇനിയും ചെയ്യേണ്ടത് വീണ്ടും ഈ അരിപ്പയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ പറ്റിയിരിക്കുന്ന അധികമുള്ള പൊടി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പയിലേക്ക് ഇടുന്നത്. ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ടുള്ള കോട്ടിങ് നമുക്ക് കിട്ടും. ബാക്കിയുള്ള അധികമുള്ള പൊടി പോവുകയും ചെയ്യും. ഇതുപോലെ പൊടി കളഞ്ഞ് നമുക്കെടുക്കാം. നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ പീസുകളും നമുക്ക് ചെയ്തെടുക്കാം. അതുപോലെ നമ്മളെല്ലാം കോട്ട് ചെയ്തെടുത്തു. നന്നായിട്ട് തന്നെ ഒരുവിധം കോട്ടായി കിട്ടിയിട്ടുണ്ട്. നല്ല ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും ചെയ്യേണ്ടത് എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഓരോ പീസുകൾ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികം നേരമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ചെറിയ ചെറിയ പീസുകളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ആയി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 5-6 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ ഇത് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ചിക്കൻ സ്നാക്സ് കർമുറ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും തന്നെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടണം. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നവരെ ചെറിയ ഇടവേള.